ഇന്നത്തെ നമ്മുടെ വീഡിയോ നമ്മുടെ എല്ലാവരുടെയും വീട്ടിലൊക്കെ മിക്കവാറും എല്ലാവരുടെയും വീട്ടില് വളർത്തുനായ്ക്കളൊക്കെ ഉണ്ടല്ലോ. അപ്പൊ അവരെ എല്ലാരെയും നമുക്ക് പുറത്ത് കൊണ്ട് ട്രെയിൻ ചെയ്യിക്കാനുള്ള അവസരം എല്ലാവർക്കും ഉണ്ടായെന്ന് വരികയില്ല. അപ്പം എല്ലാവരും ഒക്കെ വീട്ടിൽ നായകളെ വളർത്തുകയും ചെയ്യും. അപ്പോൾ അവരെ ഒരു അനുസരണശീലം അല്ലെങ്കിൽ നമ്മൾ പറഞ്ഞാൽ അത്യാവശ്യം കേൾക്കുന്ന ഒരു രീതിയിലേക്ക് കൊണ്ടുവരാനുള്ള ചെറിയ ട്രിക്സും ചെറിയ ട്രെയിനിങ് വീഡിയോ ആണിത്. അപ്പോൾ ആദ്യം നമുക്ക് കമാൻഡ്സ് ആണ് പഠിപ്പിക്കേണ്ടത്. ഇപ്പം മിക്കവാറും എല്ലാ ഡോഗ്സിനെയും ഒരു 5-6 കമാൻഡ് എല്ലാ ഡോഗ്സിനും ഈസിയായിട്ട് നമുക്ക് പഠിപ്പിക്കാൻ പറ്റും. അപ്പോൾ നമ്മൾ ഇന്ന് ഒരു 12 കമാൻഡ്സ് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അത് പല ഭാഗങ്ങളായിട്ട് പല വീഡിയോകളായിട്ട് നമുക്ക് എപ്പിസോഡുകളായിട്ട് ചെയ്യുന്നതാണ്. അപ്പം ഇതുപോലുള്ള നല്ല വീഡിയോകൾ കാണുവാനും നിങ്ങൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ബെല്ലൈക്കൺ എനേബിൾ ചെയ്യണം. അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പം നമുക്ക് ആദ്യത്തെ കമാൻഡ് കം ഹിയർ പഠിപ്പിക്കാം. അതാണ് അനുസരണയിൽ ഏറ്റവും അത്യാവശ്യം എല്ലാ ഡോഗ്സിനും വേണ്ട ഒരു ഇതാണ് കം ഹിയർ. അതായത് നമ്മൾ വിളിക്കുമ്പോൾ നമ്മുടെ അടുത്തേക്ക് ഓടി വരിക എന്നുള്ളതാണല്ലോ പ്രധാനമായിട്ട് വേണ്ടത്. അപ്പം നമുക്ക് ആദ്യം കം ഹിയർ കമാൻഡ് പഠിപ്പിക്കാം. അപ്പം റാംബോയും ബോബിനെയും ഭാവിച്ച് അപ്പുറത്തെ മുറിയിൽ കൊണ്ട് ഇരുത്തിയിട്ടുണ്ട്. അപ്പൊ നമ്മൾ വിളിക്കുമ്പം വരുമെന്നുണ്ടോ നോക്കാം. ബോബി കം ഹിയർ. ഗുഡ് ഗേൾ. ഇതുണ്ടോ പോപ്പി ഇപ്പോൾ നമ്മൾ വിളിച്ചപ്പോൾ തന്നെ ഓടി വന്നിട്ടുണ്ട്. അപ്പം ഓടി വന്ന് അതൊരു പ്രതീക്ഷിക്കുന്ന എന്തെങ്കിലും ട്രീറ്റ് കിട്ടുമെന്നുള്ള ഇതിലാണ് പെട്ടെന്ന് ഓടി വരുന്നത്. അപ്പൊ നമ്മൾ ഒരു ട്രീറ്റ് എന്തെങ്കിലും കയ്യിൽ കരുതണം. ഡോഗ്സിനെ നമ്മൾ ട്രെയിൻ ചെയ്യുമ്പോൾ അവർക്ക് ഇഷ്ടമുള്ള എന്തെങ്കിലും ഫുഡോ എന്തെങ്കിലും ഒരു ചെറിയ പീസ് കയ്യിൽ വെച്ചേക്കണം. അത് എന്നിട്ട് അവർ വന്ന് നമ്മൾ പറഞ്ഞ അനുസരിച്ച് കഴിയുമ്പോൾ അതിന് കൊടുക്കണം. പോപ്പി ഗുഡ് ഗേൾ ഗുഡ് ഗേൾ എന്നിട്ടൊന്ന് അപ്രീഷിയേറ്റ് ഒക്കെ ചെയ്യണം. എന്നാലും അവർക്ക് അത് വീണ്ടും വീണ്ടും ചെയ്യാനായിട്ട് ഒരു ഉത്സാഹം വരും. ഓക്കെ, അപ്പൊ പോപ്പി വന്നിട്ടുണ്ട്. ഇനി അടുത്ത റാംബോ വരുമോ നോക്കാം. റാംബോ കം ഹിയർ. റാംബോ അത് റാംബോയും വന്നിട്ടുണ്ട്. അപ്പൊ റാംബോ കം കം. ഗുഡ് ബോയ് ഗുഡ് ബോയ് ഗുഡ് ബോയ് ഗുഡ് ബോയ് ഗുഡ് ബോയ്. അത് എടുക്കണ്ടായിരുന്നു. അപ്പൊ രണ്ടുപേരും വിളിച്ചപ്പോ ഓടി വന്നിട്ടുണ്ട്. അപ്പൊ ഇതിനെ എങ്ങനെ നമുക്ക് ഇവരെ ആദ്യം പ്രാക്ടീസ് ചെയ്യാന്നുള്ളത് കാണിച്ചു തരാം. അപ്പൊ മിക്കവാറും നമ്മൾ കുഞ്ഞു പപ്പീനെ ഒക്കെ മേടിച്ച വളർത്തുന്നെങ്കിൽ ചെറുപ്പത്തിൽ തൊട്ട് നമുക്ക് ട്രെയിൻ ചെയ്യാണെങ്കിൽ എളുപ്പമുണ്ടായിരിക്കും. ഇതിപ്പം പിന്നെ നമുക്ക് പ്രായമുള്ള ഡോഗ്സിനെയും ചെയ്യിക്കാം. അപ്പം ആദ്യം നമ്മൾ എന്താ വെച്ചാൽ നമ്മുടെ ഡോഗ്സിനെ അഴിച്ചു വിടുമല്ലോ മുറ്റത്തൂടെ. അഴിച്ചു വിടുമ്പോൾ നമ്മൾ ഇതുപോലെ ഒരു ട്രീറ്റ് എന്തെങ്കിലും കൈ കരുതുക. ട്രീറ്റ് എന്തെങ്കിലും കൈ കരുതിയിട്ട് ഡോഗ്സ് അങ്ങോട്ട് പോയി കഴിയുമ്പോൾ അവരെ നമ്മൾ കം ഹിയർ എന്ന് പറഞ്ഞ് വിളിക്കുക. അപ്പം ഡോഗ്സ് നമ്മുടെ അടുത്ത് വന്നു കഴിയുമ്പോഴത്തേന് ഒരു ട്രീറ്റ് കൊടുക്കുക. വീണ്ടും ഡോഗ്സിനെ അങ്ങോട്ട് അതിന് ഇഷ്ടമുള്ളവരെ നടക്കാൻ വിട്ടേക്കുക. വീണ്ടും അതിന്റെ പേര് വിളിച്ചിട്ട് കം ഹിയർ എന്ന് പറയുമ്പോൾ നമ്മുടെ അടുത്തേക്ക് വരുമ്പോൾ ഈ ട്രീറ്റ് കൊടുക്കുക. അങ്ങനെ നമ്മൾ കുറച്ച് ദിവസം ശീലിപ്പിച്ച് കഴിയുമ്പോഴത്തേന് അതിന് മനസ്സിലാവും നമ്മൾ കം ഹിയർ വിളിച്ച് കഴിയുമ്പോഴത്തേന് ഓടി അടുത്ത് വരും. അപ്പൊ എന്തെങ്കിലും ട്രീറ്റ് കിട്ടുമെന്നുള്ള ഇതിലായിരിക്കും വരുന്നത്. പക്ഷെ അത് നമ്മൾ കുറച്ച് ദിവസം ഡെയിലി കുറച്ച് ദിവസമൊക്കെ പ്രാക്ടീസ് ചെയ്ത് കഴിയുമ്പോഴത്തേന് അത് പിന്നെ ഈ ട്രീറ്റ് ഇല്ലെങ്കിലും നമ്മൾ കം ഹിയർ എന്ന് പറയുമ്പോൾ നമ്മുടെ അടുത്തേക്ക് ഓടി വരുന്ന രീതിയിലേക്ക് എത്തും. അപ്പൊ ഇവരെ നമുക്ക് മാറ്റി ഇരുത്തിയിട്ട് ഒന്നുകൂടെ കം ഹിയർ വിളിച്ച് നോക്കാം. ആ ജീവനായിട്ട് പിടിച്ച് മാറ്റി ഇരുത്തിക്കടി. അപ്പൊ അവരവിടെ പോയി ഇരുപ്പിട്ടുണ്ട്. നമുക്കിപ്പം വെളി മഴയായോണ്ടാണ് ഞങ്ങൾ ഈ പെരയ്ക്കകത്ത് ഇത് എടുക്കുന്നത്. വെളി മഴയായോണ്ട് ഇവരെ വെളിയിലൊക്കെ നമുക്ക് വെളിയിൽ നിന്ന് ഷൂട്ട് ചെയ്യാൻ പറ്റില്ല. അപ്പൊ അതുകൊണ്ടാണ് പെരയ്ക്കകത്താക്കിയത്. അപ്പം കുറച്ച് ഇടയൊക്കെ ഉള്ളൂ. അപ്പം കുറച്ചുകൂടെ ഇടയുണ്ടെങ്കിൽ ഇവരെ അങ്ങനെ തുറന്നു പോയിട്ടിട്ട് നമുക്ക് വിളിച്ച് വരുത്തുന്ന രീതിയിലേക്ക് കാണിക്കാറ്. ഇതിപ്പോ ഇട കുറവായിട്ടാണ് ഇങ്ങനെ കാണിക്കുന്നത്. ഇപ്പൊ നമുക്ക് അവര് വിളിച്ചാൽ വരുന്നത് നോക്കാം. റാംബോ കം ഹിയർ. ഗുഡ് ബോയ് ഗുഡ് ബോയ് ഗുഡ് ബോയ് ഗുഡ് ബോയ് ഗുഡ് ബോയ് ഗുഡ് ബോയ്. പോപ്പി കം ഹിയർ. ഗുഡ് ഗേൾ ഗുഡ് ഗേൾ ഗുഡ് ഗേൾ ഗുഡ് ഗേൾ ഗുഡ് ഗേൾ ഗുഡ് ഗേൾ ഗുഡ് ഗേൾ. കണ്ടോ അവർ വരുന്നുണ്ടോ? അത് ആ ട്രീറ്റ് കിട്ടുമെന്നുള്ള ഇതിലാണ് അവർ വരുന്നത്. പക്ഷെ അത് അവർക്കൊരു ശീലമായി കഴിയുമ്പോഴത്തേന് നമ്മൾ വിളിക്കുമ്പോൾ കം ഹിയർന്നോ അല്ലെങ്കിൽ മലയാളത്തിൽ വിളിച്ചാലും അവർ ആ ഒരേ ഇത് തന്നെ ഉച്ചരിക്കണം എന്നുള്ളത്. നമ്മൾ ഇപ്പൊ ഞാൻ കം ഹിയർ വിളിക്കുന്നു അല്ലെങ്കിൽ ഇവിടെ വന്ന് വിളിച്ചിട്ട് ഡോഗ്സ് അടുത്തേക്ക് വരുമ്പോൾ ട്രീറ്റ് കൊടുത്താലും അവർ അത് തന്നെ റിപ്പീറ്റ് ചെയ്താൽ അത് അവർക്കൊരു ശീലമാവും. പിന്നെ നമ്മൾ ട്രീറ്റ് കൊടുത്തില്ലേലും ഈ ഡോഗ്സ് നമ്മൾ വിളിക്കുമ്പോൾ അടുത്തേക്ക് വരും. അപ്പം ഇതിങ്ങനെ ഒരു ദിവസം ചെയ്താൽ പോരാ. ഇത് കുറച്ച് ദിവസം അവരെ ഇങ്ങനെ നമ്മൾ പ്രാക്ടീസ് ചെയ്യിക്കണം. അത് ഇതിൽ അവർ ശീലമായി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ എപ്പോൾ വിളിക്കാനും അവർ നമ്മുടെ അടുത്തേക്ക് വരാൻ തുടങ്ങും. അപ്പം പപ്പീസിനെയൊക്കെ നമ്മൾ കം ഹിയർ പഠിപ്പിക്കണമെങ്കിൽ ഇതുപോലെ പപ്പിയാന്ന് വിചാരിക്കരുത്. അതിങ്ങനെ ഇരിക്കുവാണല്ലോ. അപ്പൊ നമ്മളൊരു ട്രീറ്റ് എടുത്ത് കൈ പിടിച്ചിട്ട്
അതിനെ കാണിച്ചിട്ട് കം ഹിയർ എന്ന് പറയുമ്പോൾ പപ്പി അടുത്തേക്ക് വരും. അപ്പം അടുത്തേക്ക് വരുന്നതിന് വരെ നമ്മൾ അതിനെ ഇത് കാണിച്ച് പ്രലോഭിപ്പിച്ച് നമ്മൾ അടുത്തേക്ക് കൊണ്ടുവരിക. അപ്പൊ നമ്മൾ അടുത്തേക്ക് വന്നു കഴിയുമ്പോഴത്തേന് ഇപ്പൊ ഇതുപോലെ പപ്പി വിളിക്കുക കം ഹിയർ വന്നു കഴിയുമ്പോഴത്തേന് ഈ ട്രീറ്റ് കൊടുക്കുക. ട്രീറ്റ് കൊടുത്തു കഴിയുമ്പോഴത്തേന് അവർക്ക് അത് കുറച്ച് നേരം റിപ്പീറ്റ് ചെയ്യണം, കുറച്ച് ദിവസങ്ങളിൽ നമ്മൾ റിപ്പീറ്റ് ചെയ്യണം. അപ്പൊ അത് അവർക്ക് ഒരു ശീലമാവും. പിന്നെ അത് കുറച്ച് അകലെ ഇരുത്തിയിട്ട് പ്രാക്ടീസ് ചെയ്യുക. നമ്മളിപ്പോൾ അകലം കൂട്ടി ഇരുത്തുക, കുറച്ച് അകലേക്ക് മാറ്റി ഇരുത്തിയിട്ട് കം ഹിയർ വിളിക്കുമ്പോൾ മരുന്ന് കൊടുക്കുക. പിന്നെ ഓടി നടക്കുമ്പോൾ കം ഹിയർ വിളിക്കുക, അന്നേരം ട്രീറ്റ് കൊടുക്കുക. അപ്പൊ അത് അവർക്കൊരു ശീലമാകും. കം ഹിയർ വിളിക്കുമ്പോൾ ഓടി വന്ന് നമ്മുടെ ട്രീറ്റ് കിട്ടുമെന്നുള്ള ശീലത്തിന് അതൊരു ശീലമായിക്കോളും അവർക്ക്. പപ്പി ആണെങ്കിൽ ഇങ്ങനെ അടുത്തിരുത്തി പഠിപ്പിക്കുക. വലിയ ഡോഗ്സ് ആണെങ്കിലും ഇതുപോലെ ഇങ്ങനെ അടുത്തിരുത്തിയിട്ട് കുറച്ച് അകലെ ഇരുത്തിയിട്ട് അതിനെ വിളിച്ച് അടുത്ത് വരുമ്പോൾ ട്രീറ്റ് കൊടുത്തു കഴിഞ്ഞാൽ അപ്പം നമ്മളെ കമാൻഡ് പറയുന്നത് പക്ഷേ ഒരേ രീതിയിലായിരിക്കണം. കം ഹിയർ ഒന്നെങ്കിൽ കം ഹിയർ എന്ന് പറയുക, അല്ലെങ്കിൽ ഇവിടെ വാന്നുള്ള പറയുന്നെങ്കിൽ അത് തന്നെ പറയണമെന്നുള്ളേ ഉള്ളൂ. ആ ട്രീറ്റ് കൊടുത്തു കഴിയുമ്പോഴത്തേന് അവർക്ക് മനസ്സിലാകും കം ഹിയറോ അല്ലെങ്കിൽ വാന്ന് വിളിച്ചാൽ വന്നു കഴിഞ്ഞാൽ ട്രീറ്റ് കിട്ടുമെന്നുള്ളതിന് അവർ പിന്നെ അത് വന്നുകൊണ്ടിരിക്കും. അങ്ങനെയാണ് നമ്മൾ കം ഹിയർ പഠിപ്പിക്കുന്നത്. അടുത്ത നമുക്കിനി സിറ്റ് പഠിപ്പിക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. അത് ഒരുമാതിരിപ്പെട്ട ഡോഗ്സിനെ എല്ലാം പഠിപ്പിക്കാൻ എളുപ്പമാണ്. സിറ്റ് പപ്പീസ് ആണെങ്കിൽ കുറച്ചുകൂടി എളുപ്പമായിരിക്കും. വലിയ ഡോഗ്സിനെ പഠിപ്പിക്കാൻ ശകലം പാടായിരിക്കും. നമ്മൾ ഇവരിങ്ങനെ ഓടി നടക്കുമ്പോൾ നമുക്ക് പറഞ്ഞ് നിർത്തി സിറ്റ് പഠിപ്പിക്കാൻ വലിയ പാടായിരിക്കും. അതിന് നമുക്കിപ്പം ഇതുപോലെ എവിടെയെങ്കിലും ഇങ്ങനെ കയറ്റി ഇരുത്താൻ പറ്റിയൊരു പരുവം ഉള്ള സ്ഥലം ഉണ്ടെങ്കിൽ അവിടെ കയറ്റി ഇരുത്തിട്ട് പഠിപ്പിക്കുന്നതാണെങ്കിൽ ഏറ്റവും നല്ലത്. അതിപ്പോൾ നമുക്ക് എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ ഞാനിത് ഇവിടെ റാമോയെ കയറ്റി ഇരുത്തിയിട്ടുണ്ട്. അത് നമുക്ക് എങ്ങനെ പഠിപ്പിക്കുന്നത് ഇവർക്കിപ്പോൾ ഇത് പഠിപ്പിച്ചേക്കുന്നതുകൊണ്ട് അറിയാവുന്നതുകൊണ്ട് ഇവർ പറയുമ്പോഴേ ഇരിക്കും. പക്ഷെ നമ്മൾ സാധാരണ അത് അറിയത്തില്ലാത്ത ഡോഗ്സ് നമ്മൾ സിറ്റ് പറഞ്ഞാൽ എന്നാ പറഞ്ഞാലും അവർക്കൊന്നും അറിയില്ല. അവർ കണ്ടു പിടിച്ച് നമ്മൾ എന്നാ പറയാൻ നോക്കി നിൽക്കത്തേ ഉള്ളൂ. അപ്പൊ അവർ ചെയ്യത്തില്ല. പക്ഷെ ഇവര് ഇത് പഠിപ്പിച്ചേക്കുന്നതുകൊണ്ട് ഇവര് പറയുമ്പോഴേ ഇരിക്കും. ഞാനത് എങ്ങനെയാന്ന് കാണിച്ചു തരാം. ഇപ്പൊ റാംബോ ഇരിക്കുവാണ്. റാംബോ അവരെ കൈ കാണിക്കുമ്പോഴേ അത് ഇരിക്കുക. അവരെ പഠിപ്പിച്ചേക്കുന്നോണ്ടാ അങ്ങനെ. അപ്പം ഇങ്ങനെ പപ്പിയെ വിളിച്ച അടുത്ത് നിർത്തിയിട്ട് നമ്മളൊരു ട്രീറ്റ് കൈ പിടിച്ചിട്ട് ഇങ്ങനെ ചെയ്യണം. അവരാ ട്രീറ്റിലായിട്ടാണ് അവരുടെ ശ്രദ്ധ. നമ്മൾ എന്ത് കമാൻഡ് കൊടുക്കുക എന്നുള്ളതാണ് അവർ ശ്രദ്ധിച്ചുകൊണ്ട് നിൽക്കുന്നത്. അത് ശീലമായി കഴിയുമ്പോഴേ നോക്കുള്ളൂ. നമ്മൾ സാധാരണ അവർ ഇരുന്ന് കഴിഞ്ഞാൽ കൈ അനക്കുന്നതിന് മുന്നേ. അപ്പം ട്രീറ്റ് ആയി കണ്ടുകൊണ്ടാണ് ട്രീറ്റ് ചെയ്യണമെന്ന് പറയുന്നതിനാണ് ഇരുന്നേക്കുന്നത്. അപ്പം നമ്മൾ സാധാരണ ഇത് അറിയത്തില്ലാത്ത പപ്പീസ് അവരൊരിക്കലും ഇരിക്കുകയില്ല. അവർ നമ്മുടെ ദേഹത്ത് ചാടി കയറും, അല്ലെങ്കിൽ ഇങ്ങനെ ചുറ്റും നടക്കും, ഓടി നടക്കുമല്ലേ ഉള്ളൂ. ഇവരാ ട്രീറ്റ് കിട്ടുമെന്നുള്ള കറക്റ്റ് അറിയാത്തതുകൊണ്ടാണ് ഇരുന്നത്. അപ്പം ഇവളെ എഴുന്നേപ്പിച്ചിട്ട് ഞാൻ കാണിച്ചത് കോപ്പിക്കാം. നോ നോ ഇങ്ങനെ ട്രീറ്റ് എടുത്ത് പിടിക്കുക. ട്രീറ്റ് എടുത്ത് പിടിക്കുക. അവിടെ ഇരുന്നു ഇങ്ങനെ നിൽക്കുമ്പോ സിറ്റ്. അറിയാവുന്നതുകൊണ്ട് ആ സിറ്റ് പറയുമ്പോഴായിരിക്കും. അതായത് ട്രീറ്റ് എടുത്ത് കൈ പിടിച്ചിട്ട് ഇവരടുത്തോട്ട് ഇങ്ങനെ കൊണ്ടുവരിക. നോ സിറ്റ്. ഇരുന്ന് കഴിയുമ്പോഴത്തേന് ഈ ട്രീറ്റ് കൊടുക്കുക. ഗുഡ് ഗേൾ ഗുഡ് ഗേൾ ഗുഡ് ഗേൾ. ആദ്യം ഡോഗ്സ് ഇങ്ങനെ ഇരിക്കുകയല്ല. ഇവർക്ക് ഇപ്പൊ നമ്മൾ ശീലമാക്കി കേൾക്കുന്നുണ്ട് അവരങ്ങനെ ഇരിക്കുന്നത്. അതെങ്ങനെയാന്ന് വെച്ചാൽ ഇപ്പൊ ഇവിടെ കഴിക്കും. ഡോഗ്സ് ഇങ്ങനെ നിൽക്കുമല്ലേ. അപ്പൊ നമ്മള് ഒന്നെങ്കിൽ ഇതിന്റെ ഈ മൂക്കിന് നേരെ ഇങ്ങനെ ട്രീറ്റ് കൊടുത്തിട്ട് ഇങ്ങനെ പുറകോട്ട് വെക്കും. അപ്പൊ ഒരു ഓട്ടോമാറ്റിക്കായിട്ട് പുറകോട്ട് ആഞ്ഞി അവിടെ ഇരിക്കും. അങ്ങനെ പപ്പീസ് ഒക്കെ ആണെങ്കിൽ അവർക്ക് അറിയത്തില്ല. അപ്പൊ നമ്മൾ ഇങ്ങനെ ഇങ്ങനെ പുറകോട്ട് ആയിട്ട് കഴിയുമ്പോഴത്തേന് അവർ ബാക്ക് സൈഡ് ചാരം താക്കും. അപ്പൊ നമ്മൾ കുറച്ചുകൂടെ പുറകോട്ട് ഇങ്ങനെ കൊണ്ടുപോകും. അപ്പൊ അവര് ഓട്ടോമാറ്റിക്കായിട്ട് അവർ ഇരുന്നോളും. അപ്പൊ നമ്മള് അന്നേരം ട്രീറ്റ് കൊടുക്കുക. അപ്പൊ ട്രീറ്റ് കൊടുക്കുമ്പോൾ അവർക്ക് മനസ്സിലായി ഇരുന്ന് കഴിയുമ്പോഴത്തേന് അവർക്ക് ട്രീറ്റ് കിട്ടുമെന്ന് മനസ്സിലാവും. ഒന്നര കാണിക്കാം. ഒപ്പിക്കാം. ഇങ്ങനെ നിൽക്കുന്നു. നമ്മൾ ട്രീറ്റ് എടുത്ത് പിടിക്കുക. നീ കൊണ്ടുവരിക. കോപ്പി സിറ്റ്. ഇരിക്കുന്നില്ല. അവർക്ക് കുറച്ചുകൂടെ പുറകോട്ട് ഇങ്ങനെ അവർ നേരെ കൊണ്ടിരുമ്പോൾ അവർ പുറകോട്ട് ഓട്ടോമാറ്റിക്കായിട്ട് ഇരിക്കും. ഇതുണ്ടോ ഇങ്ങനെ പിടിക്കുക. തലയോടെ പുറകോട്ട് വെക്കുമ്പോഴേ അവർ ഓട്ടോമാറ്റിക്കായിട്ട് സിറ്റ്. കോപ്പി സിറ്റ്. ഇതുണ്ടോ. അപ്പൊ അറിയാൻ പറ്റുന്ന ഡോഗ്സാണ് ഇങ്ങനെ ഇത് കടിക്കാനായിട്ട് ഇങ്ങനെ നിൽക്കുള്ളൂ. കോപ്പി നിൽക്കുന്നവരെ. ഇതുണ്ടോ. ആ മൂക്കിലെടുത്തോട് കുറച്ചുകൂടെ ബാഗിലോട്ട് പോകുമ്പോൾ ബാഗിലോട്ട് ആയി. ഇതുണ്ടോ. പപ്പീസ് ഒക്കെയാണ് പെട്ടെന്ന് ഇരുന്നോളൂ. സിറ്റ്. കോപ്പി സിറ്റ്. ഇനി പപ്പീസ് ഇങ്ങനെ മെസ്സേജ് ഇരിക്കുന്നില്ല. നമ്മൾ എന്താ വെച്ചാൽ ഈ ബാക്ക് സൈഡ് ചാക്കര ഒന്ന് പ്രസ് ചെയ്ത് അവരെ കാണിച്ചു കൊടുക്കണം ഇരിക്കാനായിട്ട്. പ്രസ് ചെയ്ത് കൂടെ ഉണ്ട്. ഇവിടെ കോപ്പി സിറ്റ്. അവരെ ആഞ്ഞു കഴിയുമ്പോഴത്തേന് ഇങ്ങനെ ഇരുത്തി കഴിയുമ്പോഴത്തേന് അവർ ഓട്ടോമാറ്റിക്കായിട്ട് ഇരിക്കും. പപ്പീസ് ഒക്കെ ആണെങ്കിൽ
അപ്പോൾ അന്നേരം നമ്മൾ ട്രീറ്റ് കൊടുക്കുക. അപ്പോൾ ട്രീറ്റ് കൊടുക്കുമ്പോൾ അവർക്ക് മനസ്സിലാക്കി ഇരുന്ന് കഴിയുമ്പോഴത്തേന് നമുക്ക് ട്രീറ്റ് കിട്ടുമെന്നുള്ളത് അവർക്ക് മനസ്സിലാവും. അങ്ങനെ നമ്മൾ കുറേ ഇതിന് നല്ല ക്ഷമ വേണം കേട്ടോ. ഈ പ്രാക്ടീസ് കൊടുക്കാൻ നല്ല ക്ഷമ വേണ്ട കാര്യമാണ്. നമ്മൾ പെട്ടെന്നൊന്നും പഠിപ്പിച്ചെടുക്കാൻ പറ്റില്ല. പിന്നെ ഓരോ ഡോഗ്സിനും ഓരോ കഴിവുകളാണ്. ചില ഡോഗ്സ് പെട്ടെന്ന് പഠിക്കും പല കാര്യങ്ങളും, ചിലത് പഠിക്കുക. ഇപ്പോൾ ഒന്നും ഞാൻ കാണിക്കാം. ഇതിങ്ങനെ നമ്മൾ ട്രീറ്റ് കഴിഞ്ഞെടുക്കുക, അവരുടെ കോൺസെൻട്രേഷൻ ട്രീറ്റിലായിരിക്കും കേട്ടോ. നീ എടുക്കുക, പൊപ്പി സിറ്റ് ഉണ്ടോ, ഇങ്ങനെ പുറകോട്ട് കൊണ്ടില്ല, പൊപ്പി സിറ്റ് സിറ്റ് കണ്ടോ ഇരിക്കുന്നുണ്ടോ. നമ്മളെ പുറകോട്ടായതനുസരിച്ച് അവര് ബാക്കിലോട്ട് ഇരിക്കുമ്പോൾ നമ്മൾ ഒന്നുകൂടെ കൊടുക്കുമ്പോൾ ഇരിക്കും. അപ്പം പപ്പീസ് ഒക്കെ ആണെങ്കിൽ അങ്ങനെ ഇത് കഴിയുമ്പോൾ ട്രീറ്റ് കൊടുക്കുക. അപ്പൊ അവർക്ക് മനസ്സിലാക്കി ഇത് കഴിയുമ്പോൾ ട്രീറ്റ് കിട്ടും. അങ്ങനെയാണ് സിറ്റ് നമ്മൾ പഠിപ്പിക്കുന്നത്. അങ്ങനെ നമ്മൾ കുറെ പ്രാക്ടീസ് ചെയ്യുമ്പോഴത്തേനും നമുക്ക് സിറ്റ് എന്ന് പറയുമ്പോൾ തന്നെ ഓട്ടോമാറ്റിക് ഇരിക്കാനാണ്. അതിപ്പോ അത് നമുക്ക് ഇവരെ കം ഹിയറും സിറ്റും ഒന്നുകൂടെ ഒന്ന് ചെയ്ത് നോക്കാം. പോപ്പി കം ഹിയർ, ഗുഡ് ഗേൾ, ഗുഡ് ഗേൾ, ഗുഡ് ഗേൾ. ഇങ്ങനെ കം ഹിയർ വരുമ്പോൾ അടുത്ത് കം ഹിയർ വിളിച്ച് കഴിയുമ്പോൾ അടുത്ത് വന്നു കഴിയുമ്പോൾ ട്രീറ്റ് കൊടുക്കുക. അപ്പൊ അടുത്ത സിറ്റ് ഇങ്ങനെ ഇതെടുക്കുക. അപ്പൊ വിസിറ്റ് കേട്ടോ, ഇങ്ങനെ കൊണ്ട് ചെല്ലുമ്പോഴത്തേന് അവർ ബാക്കിലോട്ട് ചില പുഷ് ചെയ്യുക നമ്മൾ കൈ കൊണ്ട് ഇങ്ങനെ. അന്നേരത്തിന് അവർ പപ്പി ഒക്കെയാണ് ഓട്ടോമാറ്റിക്കായിട്ട് ഇരുന്നോളും. അപ്പൊ നമ്മൾ ഈ ട്രിപ്പ് വിസിറ്റ് കണ്ടോ, അപ്പൊ ഒരു ട്രീറ്റ് കൊടുക്കുക. അപ്പൊ ഒന്ന് നിൽക്കുന്നു അവരെ അഭിനന്ദിക്കുക, ഗുഡ് ഗേൾ, ഗുഡ് ഗേൾ എന്ന് പറഞ്ഞാൽ അത് കുറെ നമ്മൾ പ്രാക്ടീസ് ചെയ്യുന്നതിന് ആയിക്കോളും. അപ്പോൾ ഇന്ന് നമ്മളങ്ങനെ കം ഹിയറും സിറ്റും പഠിപ്പിക്കുന്ന എങ്ങനെയാണെന്ന് കാണിച്ചിട്ടുണ്ട്. നമുക്ക് അടുത്ത എപ്പിസോഡിൽ നമുക്ക് ഷെയ്ക്ക് ഹാൻഡും ഹൈഫൈവും തരാൻ എങ്ങനെ പഠിപ്പിക്കാന്നുള്ളത് നമുക്ക് ചെയ്യാം. അങ്ങനെ ഒരു 12 കമാൻഡ് നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതൊരു കുറച്ച് എപ്പിസോഡുകളായിട്ട് നമുക്ക് ചെയ്യാം. 12 കമാൻഡ്സ് ഇവരെ എങ്ങനെ പഠിപ്പിക്കുന്നത് എന്നുള്ളതാണ് ഞാനിപ്പം ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പൊ അങ്ങനെ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ഗുഡ് ബൈ.